പാകിസ്ഥാനെ പിടിച്ചു കുലുക്കുകയാണ് BLA. കൊറ്റയ്ക്ക് പിന്നാലെ മങ്കോച്ചർ നഗരം അതുകൂടി പിടിച്ചെടുത്തിരിക്കുന്നു. ആ മേഖല കൂടി പിടിച്ചെടുത്തിരിക്കുന്നു BLA എന്നതാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA കൊറ്റയ്ക്ക് പിന്നാലെ മങ്കോച്ചർ നഗരം കൂടി പിടിച്ചെടുത്തു എന്ന വിവരമാണ്. കൃഷ്ണനുണ്ട് നമുക്കപ്പം. അനന്തൻ, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കു നേരെയുള്ള യുദ്ധം നയിക്കുന്നതിനൊപ്പം തന്നെ പാകിസ്ഥാന് സ്വന്തം രാജ്യത്തെ നിലയ്ക്കു നിർത്താൻ, സ്വന്തം രാജ്യത്തുണ്ടാകുന്ന ആഭ്യന്തര കലാപത്തെ അടക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള പണി ആദ്യം എടുക്കേണ്ടി വരികയാണ്. മങ്കോച്ചർ നഗരം കൂടി BLA പിടിച്ചെടുക്കുമ്പോൾ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ തന്നെ വിറയ്ക്കുകയാണെന്ന് പറയാം. ഒരു ഭാഗത്ത് ഇന്ത്യൻ പ്രത്യാക്രമണം നടക്കുന്നു. ആ സമയത്ത് ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ച് BLAയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രക്ഷോഭം പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ഉണ്ടാകുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ബലൂചിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നഗരം കൂടി BLAയുടെ അധീനതയിലേക്ക് വന്നിരിക്കുന്നു. BLAയുടെ സായുധ വിഭാഗമായ ഫത്തേ സ്ക്വാഡ് അവർ നടത്തിയ ഓപ്പറേഷനിൽ മങ്കോച്ചർ സിറ്റി പിടിച്ചെടുത്തിരിക്കുന്നു. ആദ്യം ബലൂചിസ്ഥാന്റെ കൊറ്റ, ക്യാപിറ്റൽ സിറ്റിയായ കൊറ്റയാണ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത്. അതിന് പിന്നാലെയാണ് കലാത്ത് ജില്ലയിൽപ്പെട്ട മങ്കോച്ചർ സിറ്റി ഇപ്പോൾ ഫത്തേ സ്ക്വാഡ് പിടിച്ചെടുത്തിരിക്കുന്നത്. മാത്രമല്ല കസ്നായ് ഹൈവേ പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ട് ഏതാണ്ട് ആയിരക്കണക്കിന് BLAയുടെ അനുയായികൾ ഇറങ്ങി കസ്നായ് ഹൈവേ പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ടാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. മങ്കോച്ചർ സിറ്റി പിടിച്ചെടുക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പാക് പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ഫത്തേ സ്ക്വാഡിന്റെ അറസ്റ്റിലേക്ക്, അതായത് പാക് പോലീസ് ഉദ്യോഗസ്ഥരെ ഫത്തേ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു എന്നാണ് അവിടെ നിന്ന് വരുന്ന വിവരം. അങ്ങനെ പോലീസ് സ്റ്റേഷനുകൾ പിടിച്ചെടുത്തുകൊണ്ട് പൂർണ്ണമായും മങ്കോച്ചർ സിറ്റിയുടെ ആധിപത്യം BLA സ്ഥാപിച്ചിരിക്കുകയാണ്. കൊറ്റ സിറ്റി പിടിച്ചെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു നീക്കവും കൂടി നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് ബലൂചിസ്ഥാനിൽ ഏതാണ്ട് BLAയുടെ ഭാഗത്ത് നിന്ന് 40 ആക്രമണങ്ങളാണ് പാക് ഭരണകൂടം നേരിട്ടത്. അവിടെ വലിയ കലാപം BLAയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. അവർ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. പ്രതീക്ഷ, സ്വതന്ത്ര രാജ്യം എന്ന ആവശ്യവുമായിട്ടാണ് ബലൂചിസ്ഥാനിൽ വലിയ പ്രക്ഷോഭം കഴിഞ്ഞ കുറച്ചു കാലമായി നടക്കുന്നത്. ഒരു തീവ്ര സ്വഭാവത്തിലുള്ള സംഘടനയാണ് BLA. പലപ്പോഴും പാകിസ്ഥാനിലെ സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ തീവ്ര സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് ബലൂചിസ്ഥാനിൽ നടക്കുന്ന നീക്കങ്ങൾ അത് വളരെ പ്രധാനമായി നമ്മളും നോക്കിക്കാണുകയാണ്. നമ്മളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് സ്വന്തം മണ്ണിൽ തന്നെ വലിയ പ്രതിസന്ധിയായി ഇപ്പോൾ BLA മാറുന്നു. പാകിസ്ഥാനെ വിറപ്പിക്കുകയാണ് ആഭ്യന്തര കലാപത്തിലൂടെ BLA. ദിവസത്തെ ഒരു കാത്തിരിപ്പ് തന്നെ ഒരുപക്ഷെ ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയായിരിക്കണം. എങ്ങനെ ഒരു രാജ്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കണം, നമ്മൾ അവരെ വരിഞ്ഞു മുറുക്കുന്നതിന് മുൻപ് സ്വയം അവര് തന്നെ അല്ലെ ഒരു കയറിനാൽ ചുറ്റി മുറിയുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അകത്ത് തന്നെ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ